ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ തലേന്ന് നൈറ്റ് തന്നെ ഞാൻ അത്തമൊക്കെ ഇട്ടായിരുന്നല്ലോ, കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ രാവിലെ ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റു. അപ്പോൾ രാവിലെ വന്ന് ഞാൻ ഒന്നും കൂടി അത്തമൊക്കെ ഒന്ന് നോക്കുന്നതാണ്. ഇത് നൈറ്റ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അത്തമൊക്കെ ഇട്ട് വെച്ചിട്ട് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേനും പൂക്കളൊക്കെ നന്നായിട്ട് വാടി കരിഞ്ഞു പോയി കേട്ടോ. അത്രയ്ക്കും ചൂടായിരുന്നു. ഞാൻ ഇന്ന് 5:40 ആയപ്പോഴത്തേക്കാണ് എഴുന്നേറ്റത്. 5:30 എഴുന്നേറ്റു. പിന്നെ പോയി ഫ്രഷപ്പ് ആയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദേ ഈ സൈഡിൽ വെച്ചേക്കുന്ന ഈ ഒരു റോസ് പൂക്കളില്ലേ, അത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. തലേ ദിവസം ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വെളുപ്പാങ്കാലത്താണ് മഴ പെയ്തത്. അപ്പം ഞാൻ രാവിലെ വന്ന് ഈ കോലമൊക്കെ നോക്കിയപ്പോഴത്തേക്കും മഴ ചാറ്റൽ കാരണം കുറേയൊക്കെ പോയേക്കുവാണ് കളറൊക്കെ. പിന്നെ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ നോക്കി നിന്നതിന് ശേഷം 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും ചൂടിനൊന്നും ഒരു കുറവും ഇല്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി നിന്നിട്ട് പതിയാണ് ഇന്ന് കിച്ചണിലേക്ക് കയറുന്നുള്ളൂ. കാരണം ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നില്ല കേട്ടോ. എനിക്ക് ക്ഷേത്രത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഹസ്ബൻഡ് വിളക്കൊക്കെ വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സ്ലോ ആയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്താലും മതി. അത്യാവശ്യമൊന്നും ഇല്ല. നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിലാണ് രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടി ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ടെറസിലേക്കൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടെറസിലെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, മഴ പെയ്ത കാരണം കൊണ്ട് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുവാണ്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നേക്കുവാണ്. അപ്പം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഇഡ്ഡലി മാവിന് അരച്ച് വെച്ചിരുന്നു എന്ന്. അപ്പോൾ ഉപ്പിടാതെയാണ് അരച്ച് വെച്ചത്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ പോയത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനൊരു 5:30 ആയപ്പോൾ എഴുന്നേറ്റല്ലോ. അപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പൊക്കെ പോയി മാവ് ഒന്നും കൂടി ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇനിയിപ്പോൾ ഇത് ഇഡ്ഡലി ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ കരിങ്ങാലി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കരിങ്ങാലിപ്പൊടി മേടിച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതാണ് തിളപ്പിച്ചെടുക്കുന്നത്. ആ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. പിന്നെ സാമ്പാർ വെക്കാനുള്ള പരിപ്പും കായവും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇഡ്ഡലി ചെയ്യുന്ന സമയത്ത് നല്ലെണ്ണയാണ് ഇങ്ങനെ തടവി കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ലെണ്ണ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാനത് വെച്ചേക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴപ്പം, ഏറ്റവും ചെറിയ തട്ടിലും തൊട്ട് മേലത്തേലും വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത്, വേവുന്ന സമയത്തില്ലേ, അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും കേട്ടോ, താഴത്തെ തട്ടിൽ നിന്ന് മേലത്തെ തട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മേലത്തെ തട്ടിലും ലാസ്റ്റ് തട്ടിലുമാണ് ഞാൻ എപ്പോഴും ഇഡ്ഡലി വെക്കാറുള്ളൂ. അപ്പോൾ ഒരേ സമയം 3 തട്ടിൽ വേവിക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കത്തിരിക്ക ഞാനിങ്ങനെ ഇതുപോലെ വെള്ളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നതെന്ന്. അപ്പോൾ അതേ നല്ലതായിട്ട് ഇരിപ്പുണ്ട്, കളറൊന്നും പോയിട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കത്തിരിക്കയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാനൊക്കെ ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഒരു തട്ടിലുള്ള ഇഡ്ഡലി മാവ് ദേ അവിടെ ഇരിക്കുന്നത് ഞാൻ ഓർക്കാതെ മാവ് ഒഴിച്ചു പോയി. പിന്നീടാണ് ഓർത്തത് എല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ പാത്രത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ എല്ലാ ബോക്സുകളും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് ഇടണം. പച്ചമുളക് നൈറ്റാണ് ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നത്. പിന്നീട് ഞാനത് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഈ സമയത്ത് ചെയ്യാമെന്ന് കരുതി. അവിയലിനും സാമ്പാറിനും തോരനും പയറ് മെഴുക്ക് പുരട്ടിക്കും അതുപോലെ വെള്ളരിക്ക സാലഡാണ് വെക്കുന്നതെന്ന്. ഞാൻ കിച്ചടി, പച്ചടി, ഓലൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കുന്നില്ല. പിന്നെ മോര് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടാണ് ഇത്തവണ സദ്യ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കറികളാക്കിയത്. പിന്നെ എൻ്റെ ബ്ലൗസ് ദേ വന്നിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ന്യൂസ് വെച്ചേക്കുവാണ്, മലയാളം ന്യൂസാണ് വെച്ചേക്കുന്നത്, ഓണവിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് നേരം തമിഴ് ന്യൂസൊക്കെ കണ്ടിട്ടാണ് ഞാൻ മലയാളം ന്യൂസ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ആമിക്ക് ഞാനിന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്ന പട്ടുപാവാട ഞങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് എൻ്റെ അമ്മ ആമിക്ക് വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്തതാണ്. പക്ഷെ അവളുടെ ഒരു ബ്ലൗസ് വരുന്നത് ദീപാവലിക്ക് അമ്മയൊക്കെ ഇവിടെ നാട്ടിൽ വന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ദീപാവലിക്കല്ല, പൊങ്കലിനാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബ്ലൗസാണിത്. ഈ പട്ടുപാവാടയുടെ ബ്ലൗസ് ഇതല്ല, വേറൊരു കളറാണ്, റെഡിമെയ്ഡാണ്. അതിനേക്കാളും എനിക്ക് തോന്നിയത് ഇത് കുറച്ചും കൂടി കറക്റ്റായിട്ട് തോന്നി. കളർ നല്ല മാച്ച് ആവുന്നുണ്ട്.
അപ്പം ഞാൻ ഇതേ ഡിസൈനിൽ വരുന്ന ഒരു പച്ച കളറിലുള്ള ബ്ലൗസ് പീസാണ് എനിക്കും എടുത്തത്. അപ്പോൾ എനിക്കും ആമിക്കും ഒരുപോലെ ഇടാലോ എന്ന് വിചാരിച്ചു. ഹസ്ബൻഡിന് പ്ലെയിൻ ഷർട്ടാണ് എടുത്തിട്ടുള്ളത്, ഗ്രീൻ കളർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇത്തവണ ഗ്രീൻ കളറിലാണ് നിൽക്കാനായിട്ട് പോകുന്നത്. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ കുക്കറിലേക്ക് മട്ട റൈസൊക്കെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ ഇഡ്ഡലിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വേവിച്ച് വെച്ചേക്കുവാണ്, കാരണം നൈറ്റ് ചിലപ്പോൾ നമ്മൾ ഇഡ്ഡലി ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിരുന്നു. സാമ്പാർ പരിപ്പും കഷ്ണങ്ങളും കായവും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തായിരുന്നു. പിന്നെ ഇനി ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പുളിവെള്ളവും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു റെസിപ്പിയും കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. പിന്നെ മാത്രമല്ല ഞാൻ ഒന്നും തന്നെ അങ്ങനെ അധികം വലുതായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ സാമ്പാർ ഇഡ്ഡലി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിശക്കുന്ന സമയത്ത് കഴിക്കാമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇത്തവണ കൈയോടെ തന്നെ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തേക്കൊന്നും വെക്കുന്നില്ല, ഒരുപാട് നേരമൊന്നും ഞാനങ്ങനെ സിങ്കിൽ ഇട്ടേക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് അപ്പോൾ കഴുകി എടുക്കുവാണ്. പിന്നെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതുപോലെ വാതിലുകളിലൊക്കെ മഞ്ഞളും കുങ്കുമവും വെച്ച് തന്നു. പിന്നെ അതുപോലെ തന്നെ എപ്പോഴത്തെയും പോലെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണിത്. ഇന്ന് ആമിയും കൂടിയിട്ടുണ്ട്. കുരുത്തോല തോരണമൊക്കെ ഇതുപോലെ ഗ്രില്ലിലൊക്കെ ഒന്ന് കെട്ടിയിടുന്നുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ്, ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്, വീട്ടിൽ നല്ലൊരു ഐശ്വര്യമാണ്. പിന്നെ മാവില തോരണവും ഫ്രണ്ടിലിങ്ങനെ കെട്ടിയിടാറുണ്ട്. മാവില തോരണം ഞങ്ങളിങ്ങനെ ബണ്ടിലായിട്ട് തന്നെ അങ്ങനെ തന്നെ ഒരു വലിയൊരു കൊലയോടുകൂടി തന്നെ കെട്ടിയിടാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മാവില സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് തോരണം പോലെ ആക്കി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിനിടയിൽ തന്നെ ഞാൻ പോയിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടതാണ് കേട്ടോ, രാവിലത്തെ ഓണം വിഷസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ആ സമയത്താണത് ചെയ്തത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ ഫോൺ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം, ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പണികളും മുടങ്ങിപ്പോവും, പിന്നെ ഒരു ഫ്ലോ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ ഫോൺ നോക്കാതിരിക്കുന്നത്. അങ്ങനെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വന്നിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തലേ ദിവസം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച കാരണം കൊണ്ട് എനിക്ക് നല്ല ഈസിയാണ്. ഹസ്ബൻഡാണ് എനിക്ക് തേങ്ങയൊക്കെ ചിരകി തന്നത്. പിന്നെ അതിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നായിരുന്നു. പായസമൊക്കെ വെച്ച് തന്നു. പായസമൊക്കെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത് കേട്ടോ, പാലട പായസമാണ് വെച്ചത്. അപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാനും ഇലയൊക്കെ എടുക്കാനും ഒക്കെ ആമിയും ഹസ്ബൻഡും കൂടിയാണ് അതൊക്കെ ചെയ്തത് കേട്ടോ. എനിക്ക് കൂടുതലും റെസ്റ്റ് തന്നെയായിരുന്നു. കറികൾ വെക്കുന്ന ഒരു സമയത്തുള്ളൊരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ കൂടുതൽ പണികൾ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ കുളിച്ചു, ആമിയും കുളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സാരി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള സാരിയാണെന്ന്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലപോലെ ഒതുക്കി ഉടുക്കാനും പറ്റുന്നൊരു സാരിയാണ്. അപ്പം സാരി എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ, മറന്നു പോകരുത്. അപ്പം ഞങ്ങളിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നത് ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. വീട്ടിൽ എന്തെങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. എല്ലാ വർഷവും ഞാനിതൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ വർഷവും ചെയ്യാമെന്ന് കരുതി. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലേ, അപ്പം അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നല്ലോ, ഈ കോയമ്പേട് മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ലപോലെ ടാനൊക്കെ ആയിട്ട് ഫേസൊക്കെ വല്ലാതെ ഒരു ഇരുണ്ടിരിക്കുന്നതാണ്. പിന്നെ എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കാണ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരിയായത്. ഇതിനിടയിൽ തന്നെ ആമിക്ക് 2 ദിവസം മുന്നേ പനി പിടിച്ചു. പിന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് കഴിഞ്ഞതിന് ശേഷം, ഓണത്തിന് ശേഷം അങ്ങനെയൊക്കെ നടന്നായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ എല്ലാവരും ആശുപത്രിയിലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വർഷത്തെ വ്ളോഗിൽ. ഹസ്ബൻഡ് വന്നിട്ട് ഇവിടെ വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ദൂരെ മാറി നിന്നിട്ട് തൊഴുന്നുണ്ട്, അങ്ങ് അടുത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ നെറ്റിൽ തൊട്ടിരിക്കുന്ന കുറി വീട്ടിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, കളർ പൊടിയാണ്. നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കളറൊന്നും അല്ല, ഇത് പൊടിയൊന്നും അല്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളൊക്കെ തൊട്ട് നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. എല്ലാവരും ചേർന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അപ്പം ഞാനാണ് ഇന്നത്തെ ഫോട്ടോഗ്രാഫർ. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടോ നിങ്ങൾ കണ്ടു നോക്കൂ, ഇഷ്ടമായാലൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പം നല്ല നല്ല ഫോട്ടോസ് നമ്മളെല്ലാ പ്രാവശ്യവും എടുത്ത് മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. എൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് ഞാൻ എപ്പോഴും സേവ് ചെയ്ത് വെച്ചേക്കും. എല്ലാ വർഷത്തെയും ഫോട്ടോസ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്.
നമുക്ക് ആകെ കിട്ടുന്നൊരു മെമ്മറി എന്ന് പറയുന്നത് ഈ ഫോട്ടോസാണല്ലേ. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ചെറുതായിരുന്ന സമയത്തുള്ള ഒരു ഫോട്ടോയും എൻ്റെ അടുത്തൊന്നും ഇല്ല. ആൽബമോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വീട്ടിൽ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമാണ് ഓരോ കാര്യങ്ങളും ഫോട്ടോസായിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ വ്ളോഗും കൂടി ചെയ്യുന്നത് കൊണ്ട് കുറേ കാര്യങ്ങൾ വീഡിയോ ആയിട്ടും കൂടി നമുക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ. പിന്നെ ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ സിസ്റ്റർ വിളിച്ചേക്കുവാണ്, ഹാപ്പി ഓണം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ അവരുടെ വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചേക്കുവാണ്. അതിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയെ ഫോൺ ചെയ്തിട്ട് പതിവ് പോലെ തന്നെ ഞങ്ങളുടെ ഓണം ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ കോൾ ചെയ്താണ് സംസാരിക്കുന്നത് കേട്ടോ. ഇത്തവണ നാട്ടിൽ എൻ്റെ അനിയനും വന്നിട്ടില്ല, ഞങ്ങളും പോയിട്ടില്ല. ഞാൻ ആമി ഉണ്ടായതിന് ശേഷം ഒരേ ഒരു വർഷം മാത്രമാണ് പോയിട്ടുള്ളത്, ഫസ്റ്റ് ആമിക്ക് 1 വയസ്സായ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടൊന്നും ഇല്ല കേട്ടോ. പോവാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഹസ്ബൻഡിന് ലീവ് കാണത്തില്ല. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പോയാലും പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല തിരിച്ച് വരാനായിട്ട്. പിന്നെ ആയപ്പോഴത്തേക്ക് ആമിക്ക് സ്കൂളൊക്കെ ഓപ്പൺ ആയപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് പോകുന്നത് ശരിയാവത്തില്ല. കാരണം ഇവൾക്ക് ഉടനെ തന്നെ അടുത്ത് ഫസ്റ്റ് ടൈമിൻ്റെ എക്സാമും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ പോവാത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ടും അമ്മയ്ക്കും അച്ഛനൊന്നും വരാനും പറ്റത്തില്ല. കൂടുതലും ദീപാവലി, പൊങ്കൽ ആ ഒരു സമയത്തൊക്കെയാണ് നാട്ടിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ ഞങ്ങൾ ഈ മെയ് മാസം വെക്കേഷൻ സമയത്താണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഇതിനിടയിൽ തന്നെ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് ഇതിനിടയിലേക്ക് പോയിട്ട് പോളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതുപോലെ പാലട പായസം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചിരുന്നു നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് റീസെൻ്റ് ആയിട്ട് ഈ ഒരു ഡ്രാഗൺ ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പഴയ ഒരു കാർട്ടൂണാണ്, ജാപ്പനീസ് കാർട്ടൂണാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. OTT എന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇതാണ് കാണുന്നത് വീട്ടിലിട്ട്. ഞാൻ അങ്ങനെ അധികം അത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല അതിൻ്റെ ഇതൊന്നും സ്റ്റോറിയും കാര്യങ്ങളൊന്നും. അപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഹസ്ബൻഡ് പറയും സ്കൂളൊക്കെ വിട്ട് പണ്ട് വരുമ്പോഴത്തേക്കും ഓടി വന്ന് ടിവിയുടെ മുമ്പിൽ വന്നിരുന്നത് കാണുമായിരുന്നു എന്നൊക്കെ. പിന്നെ ഞങ്ങളിതേ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഒരു സൈഡിൽ പായസത്തിന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പം ഞാനിവിടെ കോളിഫ്ലവറൊക്കെ ഒന്ന് ചെയ്തെടുത്തു. പിന്നെ ഇതിനിടെ തന്നെ പായസമൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഹസ്ബൻഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അവിയൽ, സാമ്പാർ, രസം, പച്ചടി ഇല്ല, ഇതുപോലെ സാലഡാണ് വെച്ചത്, പരിപ്പ് കറി, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, 4 തരം അച്ചാറുകളുണ്ട്, പപ്പടം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടിയുള്ളൊരു തോരനും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറികൾ. എല്ലാ കറികളും ഇല്ലെങ്കിലും അത്യാവശ്യം കൂടുതൽ കറികൾ തന്നെ വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയൊക്കെ മതി, ഞങ്ങൾ 3 പേര് മാത്രം ആയതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും പതിവ് പോലെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ കാക്കയ്ക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഞങ്ങളതെപ്പോഴും ചെയ്യുന്നതാണ്. ഓണത്തിനും വിഷുവിനും എന്ത് സ്പെഷ്യൽ കാര്യങ്ങൾ വന്നാലും ഇങ്ങനെ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി കാക്കയ്ക്ക് വെച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ വീട്ടിലും അത് ചെയ്യാറുണ്ട്. അത് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ അതൊക്കെ ഹസ്ബൻഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇലയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് തന്നെ വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോടൊന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്തോളാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആമിയും ഇവിടെ ഇരിപ്പുണ്ട്. ആമി ഇട്ടേക്കുന്നത് ആമിയുടെ ഒരു ഓണക്കോടിയാണ്. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ പൈസയൊക്കെ അയച്ചു തന്നായിരുന്നു കേട്ടോ, അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേടിച്ചാണ്. പിന്നെ ഇവിടെ ഹസ്ബൻഡ് വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഞാനാണ് വിളമ്പാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡും കൂടി ഒരുമിച്ച് വിളമ്പും. പക്ഷേ ഇത്തവണ എന്നോട് നല്ലപോലെ റെസ്റ്റ് എടുത്തോളാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ആമിക്ക് ഇത്രയും കറികൾ വെച്ചത് വേസ്റ്റാണ്, കാരണം അവളെല്ലാം കഴിക്കത്തൊന്നുമില്ല. പിന്നെ എന്നാലും സദ്യ വിളമ്പുമ്പോൾ നമ്മൾ എല്ലാ കറികളും വെക്കണമല്ലോ, അതുകൊണ്ട് അവളെ നിർബന്ധിപ്പിച്ച് ഞാൻ വെച്ചതാണ്. അവളുടെ ഇലയിൽ നിന്നെല്ലാം ഞാൻ തന്നെയാണ് കഴിച്ചു തീർത്തത്. അങ്ങനെ ആദ്യം തന്നെ പരിപ്പും പപ്പടവും ഒക്കെ വിളമ്പിയിട്ടുണ്ട്. നമുക്ക് കേരള പപ്പടം ഇവിടുത്തെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. കേരള പപ്പടവും കേരള മട്ട റൈസൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. പിന്നെ പോളി നമ്മൾ പരിപ്പ് പോളിയാണ് മേടിച്ചിട്ടുള്ളത്. ശരിക്കും ഇവിടെ തേങ്ങാ പോളിയും പരിപ്പ് പോളിയും കിട്ടാറുണ്ട്. ട്രിവാൻഡ്രത്തെ ഏറ്റവും സ്പെഷ്യലാണ് ഈ പോളിയും പായസവും, പാൽപ്പായസമോ സേമിയ പായസമോ ഒക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇതിങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ബോളി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യാം.
അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. പുറത്തങ്ങനെ പോകത്തേ ഇല്ല. പക്ഷേ ഇത്തവണ ഹസ്ബൻഡ് പ്രത്യേകം പറഞ്ഞു ഈ വർഷം അങ്ങനെ കിടന്നുറങ്ങരുത്, സദ്യ കഴിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതേ സിനിമയ്ക്ക് പോവാണ്. ഹാപ്പി ഓണം. അപ്പം ഞങ്ങൾ ഓർക്കുമായിരുന്നു കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം ഞങ്ങൾ നാട്ടിൽ പോയി. നെക്സ്റ്റ് ഇയറിൽ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് നേരത്തെ വിട്ടുപോയതാണ്. ആ സമയത്ത് വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിയ സമയമാണ്. അന്നാണ് ആ ഒരൊറ്റ വർഷം മാത്രമാണ് ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ളത് ഓണത്തിന്. ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ഉച്ചയ്ക്ക് സദ്യയും കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ് പതിവ്. അപ്പം ഹസ്ബൻഡിനോട് എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും വർഷവും, നമ്മൾ എന്തുകൊണ്ടാണ് പുറത്തു പോകാത്തതെന്നൊക്കെ. ഞങ്ങൾ തമ്മിലൊരു വലിയൊരു ഡിസ്കഷൻ നടന്നതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇനി മുതൽ എന്ത് ഫെസ്റ്റിവൽ വന്നാലും ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ പോകാനായിട്ടുള്ളത് മാളിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം നാട്ടിലത്തെ പോലെ ഓണം പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അടുത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതേ VR മാളിൽ വന്നേക്കുവാണ്. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണാനാണ് വന്നത്. സിനിമ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്, ഫാമിലി മൂവിയാണ്. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈവനിങ് ആയി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ മതിയെന്ന്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ചോറൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ചത് കുറച്ചാണ് വെച്ചത്, അത് ഒരുപാടൊന്നും ബാക്കിയില്ല. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പാണ്ടിക്കടയിൽ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഇല ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതവിടെ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉണ്ട് താഴെ ഭയങ്കരമായിട്ടൊരു സൗണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർക്കുമായിരുന്നു ഈ മാളിൽ എന്തുകൊണ്ടാണ് ഈ ഓണ പ്രോഗ്രാം ഒന്നും വെക്കാത്തതെന്ന്. അപ്പോൾ ഞങ്ങളത് എക്സ്പെക്ട് ചെയ്താണ് വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കര സർപ്രൈസ് ആയി പോയി. താഴേക്ക് ഞങ്ങൾ ഓടി ഇറങ്ങി വന്നതാണ്. എസ്കലേറ്ററിലൊക്കെ കയറി ചാടി കുതിച്ചിറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പുലികളി നടക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുലികളി നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ, ഒരു മലയാളിയായിട്ട് എന്തുകൊണ്ടാണ് പുലികളി നേരിട്ട് കാണാത്തതെന്ന്. അതെ, ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ നേരിട്ട് ഒരു പുലികളി കണ്ടത്, അതും നമ്മുടെ ചെന്നൈയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മാവേലിയൊക്കെ വന്നിട്ടുണ്ട്, മാവേലിയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇതൊക്കെ കണ്ടു. അപ്പോൾ ആമിക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അവളും ഇതൊന്നും കണ്ടില്ല, അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ഈ പുലികളിയൊക്കെ കണ്ടപ്പോൾ. കാരണം കുറച്ച് അടുത്ത് നിന്നാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നത്. പിന്നെ ഇവിടുത്തെ അത്തം കണ്ടോ, നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ട് ഏറ്റവും കൂടുതൽ മലയാളീസിനെയാണ് ഞങ്ങൾ കണ്ടത്. അതിൻ്റെയും ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. സിനിമ കാണാൻ വന്നപ്പോഴും ഒക്കെ ഒത്തിരി മലയാളികളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഹസ്ബൻഡിന് ഇല ബിരിയാണി പറഞ്ഞു, ഞങ്ങൾ സാധാരണ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഓണം ഇത്രയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ തിരുവോണം. ഞങ്ങൾക്കിത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇത്രയും വർഷവും ഞങ്ങൾ ചെയ്യാത്തൊരു പുതിയൊരു കാര്യം ചെയ്തത് കൊണ്ടുള്ളൊരു സന്തോഷം. സദ്യ കഴിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ പുറത്ത് പോയൊരു സന്തോഷമാണ്. നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചേച്ചി വിളിച്ചിരുന്നു എന്ന്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി നിൽപ്പുണ്ട്. ഹസ്ബൻഡും ആമിയൊക്കെ പുറത്ത് ഇറങ്ങി, ഞാനിനി ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ട്രെൻഡ്സിൽ നിന്ന് എടുത്തത്, ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ ഡ്രസ്സ് ഇതാണ് കേട്ടോ. പിന്നെ 2 ടോപ്പ് എടുത്തല്ലോ, ഒരെണ്ണം ഞാൻ ഈവനിങ് തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ മാളിൽ പോയപ്പോൾ ഇട്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ തന്നെ ആമി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് ഫംഗ്ഷന് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണവിശേഷങ്ങൾ. ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സാധാരണ ദിവസത്തെ റുട്ടീനും കാര്യങ്ങളും ഒക്കെ, ഓണത്തിന് ശേഷമുള്ള റുട്ടീൻ കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് വ്ലോഗ് തൊട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.